ഹായ്, ഞാൻ ഡോക്ടർ ജോസഫ് സജീവ്, കൺസൾട്ടന്റ് ഓർത്തോപെഡിക് സർജൻ, ഫിനിക്സ് മെഡിസിറ്റി, ചേറ്റുവ. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കൈയുടെ കുഴയിൽ സംഭവിക്കുന്നതും ഫിംഗറിൽ സംഭവിക്കുന്നതുമായ ഓരോരോ കണ്ടീഷൻസ്, കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന ഓരോ കണ്ടീഷൻസ് ആണ്. അത് ചിലപ്പോൾ കൈയുടെ കുഴയിലെ വേദന, മാറാത്തൊരു വേദന, കുഞ്ഞുങ്ങളെ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുക, ഒന്ന് വാതിലിന്റെ ഡോറ് തിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുക, തുണി പിഴിയാൻ ബുദ്ധിമുട്ടുണ്ടാകുക, അതെല്ലാം ചെയ്യുമ്പോൾ കൈയുടെ കുഴയിൽ വരുന്ന നിരന്തരമായിട്ടുള്ള ഒരു വേദന, അതിനെപ്പറ്റി സംസാരിക്കാനും, രണ്ടാമതായിട്ട് നമ്മുടെ വിരലുകൾ മടങ്ങിയിട്ട് നിവർത്താൻ ബുദ്ധിമുട്ടായിട്ട് വരുന്ന ആൾക്കാരെ കുറെ പേരെ കാണാറുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, അതിനുള്ള പരിഹാരം എന്താണ്, ഇതൊക്കെ ഒന്ന് സംസാരിക്കുക എന്നാണ് എന്റെ ഉദ്ദേശം. ആദ്യമായിട്ട് തന്നെ പറയുന്നത് കൈയുടെ കുഴയുടെ നിത്യമായ വേദന, ഡിക്വയറൻസ് സ്റ്റീനോസൈനോവൈറ്റിസ് എന്ന് പറയും. അതായത് നമ്മുടെ കൈയുടെ വിരലിനെ പൊന്തിക്കാൻ സഹായിക്കുന്ന, മെയിൻ ആയിട്ട് നമ്മുടെ തമ്പിനെ പൊന്തിക്കാൻ സഹായിക്കുന്ന രണ്ട് മസിലുകൾ ആ കമ്പാർട്ട്മെന്റിലുണ്ട്. ആ കമ്പാർട്ട്മെന്റിൽ ഉണ്ടാകുന്ന ആ രണ്ട് മസിലുകൾക്ക് ഒരു പൊതിച്ചിലുണ്ട്. അതിനുള്ളൊരു പൊതിച്ചിൽ, ആ പൊതിച്ചിൽ പറയുന്നതാണ് ഫേഷ്യ. ആ ഫേഷ്യയിൽ വരുന്ന നീർക്കെട്ട്, അതാണ് ഡിക്വയറൻസ് സ്റ്റീനോസൈനോവൈറ്റിസ് എന്ന് പറയുന്നത്. ആ ഒരു കണ്ടീഷൻ എങ്ങനെയാണ് ആൾക്കാർ പ്രസന്റ് ചെയ്യാന്ന് വെച്ചാൽ, കൂടുതലായിട്ട് കൈയുടെ കുഴയിൽ നിത്യമായ വേദന, കുട്ടികളെ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുക, തുണി പിഴിയുമ്പോൾ വേദന വരിക, എന്തെങ്കിലും ഡോറിന്റെ നോബ് ഓപ്പൺ ചെയ്യാൻ നോക്കുമ്പോൾ വേദന വരിക, അതുപോലെ തന്നെ പേന വെച്ച് എഴുതാൻ നോക്കുമ്പോൾ വേദന വരിക, ഗ്രിപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ വേദന വരിക. അതെല്ലാം വരുന്നത് ആ കൈയുടെ കുഴയുടെ അവിടെ, അതായത് കോമൺ ആയിട്ട് തമ്പിന്റെ അടിഭാഗത്തായിട്ടാണ് വരുന്നത്. ഇത് കോമൺ ആയിട്ട് കണ്ടുവരുന്നത് ഒരു 30 മുതൽ 50 വയസ്സ് വരെ പ്രായമുള്ളവരിലാണ്. കൂടുതലായിട്ട് കണ്ടുവരുന്നത് സ്ത്രീകളിലാണ്, പുരുഷന്മാരിലേക്കാളും കൂടുതലായിട്ട്. കോമൺ ആയിട്ട് അവർ പറയുന്ന ഒരു ഹിസ്റ്ററി, കുട്ടിയെ എടുക്കുമ്പോൾ എപ്പോഴും വേദന വരിക. കാരണം നമ്മൾ കുട്ടിയെ എടുക്കുന്ന ഒരു പൊസിഷൻ തെറ്റായി പോകുന്നത് കൊണ്ടാണ് കോമൺ ആയിട്ട് അത് വരുന്നത്. ഓവറായിട്ട് നമ്മുടെ കൈ അൾനാർ സൈഡിലേക്ക്, അതായത് നമ്മുടെ ചെറുവിരലിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞ് പോവും കുട്ടി എടുക്കുമ്പോൾ. അതുകൊണ്ടാണ് അങ്ങനെ ആ വേദന അവിടെ വരുന്നത്. റിപ്പീറ്റഡ് ആയിട്ടുള്ള ആ ഒരു മൂവ്മെന്റ് കാരണം വരുന്ന ഒരു പ്രശ്നമാണത്. അതിന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന ഫിംഗർസ്റ്റെയിൻ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ടെസ്റ്റ് ഉണ്ട്. ഇത് കോമൺ ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത്, ഞാൻ പറഞ്ഞ പോലെ കുട്ടികളെ നിരന്തരമായിട്ട് എടുക്കുന്ന മാതാപിതാക്കൾക്ക്, അല്ലെങ്കിൽ ഒരു ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിൽ, അവരിലൊക്കെ ടെൻഡനിൽ ചെറിയ മാറ്റങ്ങൾ സംഭവിക്കും. അങ്ങനെ വരുന്നത്, അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് കൈയുടെ കുഴ വെച്ച് മൂവ്മെന്റ് ചെയ്യുന്ന കാർപ്പന്റേഴ്സിനൊക്കെ വരുന്ന ഒരു കണ്ടീഷനാണിത്. അങ്ങനെ ഒരു കണ്ടീഷൻ വരുമ്പോൾ അതിനുള്ള ട്രീറ്റ്മെന്റ് ആദ്യമായിട്ട് തന്നെ നമ്മൾ ഒന്ന് ജസ്റ്റ് എക്സ്റേ എടുത്ത് നോക്കും. ഇൻ കേസ് എന്തെങ്കിലും ഒരു സ്ട്രെസ് ഫ്രാക്ചർ, എന്തെങ്കിലും ഒരു കാര്യം അവിടെ നമ്മൾ മിസ്സാകാണ്ടിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു വാദസംബന്ധമായിട്ടുള്ള ഒരു കാര്യം, കോമൺ ആയിട്ടുള്ള അതിന്റെ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ആണ് കയ്യിലെ തേയ്മാനം, അതുണ്ടോ എന്ന് അറിയാൻ വേണ്ടി എക്സ്റേ എടുത്ത് നോക്കും. ഇതൊന്നും എക്സ്റേയിൽ നോർമലാണ്, വേറെ പ്രശ്നങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ കണ്ടീഷൻ ഉറപ്പുവരുത്തും. അത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് അതിന് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ഫിംഗർസ്റ്റെയിൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, തമ്പ് മടക്കുകയും ബാക്കി വിരലുകൾ അതിനെ കവർ ചെയ്യുകയും ചെയ്തിട്ട് ഈ കൈ പതിയെ ഡോക്ടർ താഴേക്കൊന്ന് പ്രസ് ചെയ്യും. അപ്പോൾ ഇവിടെ വരുന്ന ഒരു എക്സ്ക്രൂഷിയേറ്റിംഗ് ആയിട്ടുള്ള ഒരു പെയിൻ, സഹിക്കാൻ പറ്റാത്ത ഒരു വേദനയാണ് ഇതിന്റെ ഡയഗ്നോസിസ് നമുക്ക് കൺഫേം ചെയ്യുന്നത്. അത് കൺഫേം ആയി കഴിഞ്ഞാൽ അതിനുള്ള പരിഹാരമായിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ സ്പ്ലിന്റ് കൊടുക്കും. ഒരു സ്പ്ലിന്റ് അനക്കാണ്ട് വെക്കാൻ വേണ്ടി തമ്പ് അബ്ഡക്ഷൻ സ്പ്ലിന്റ് കൊടുക്കും, അല്ലെങ്കിൽ ബ്രിസ്റ്റ് ഇമ്മൊബിലൈസർ കൊടുത്ത് അനക്കാണ്ട് വെക്കണം. സോ ഈ മൂവ്മെന്റ് വരാണ്ടിരിക്കുന്നിടത്തോളം ആ ഒരു നീർക്കെട്ട് പതിയെ സെറ്റിൽ ആവുകയും ആ വേദന പതിയെ മാറുകയും ചെയ്യും. സോ ആ ഒരു റെസ്റ്റ് കൊടുക്കുകയും അതിന്റെ കൂടെ ആന്റി ഇൻഫ്ലമേറ്ററി മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്ത് നോക്കും. ഇത്രയും സ്റ്റാർട്ട് ചെയ്തിട്ട് മാറുന്നുണ്ടോ എന്ന് നോക്ക്. മാറുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് ഇഞ്ചക്ഷൻ എടുക്കും. സ്റ്റീറോയിഡിന്റെ ഇഞ്ചക്ഷൻ ആ ഒരു പോയിന്റിലേക്ക് എടുക്കുകയും അതിലെ നീർക്കെട്ട് കുറയ്ക്കാനായിട്ട് രണ്ടാമത്തെ ശ്രമം. അതിന്റെ കൂടെ തന്നെ ഇമ്മൊബിലൈസേഷൻ, അനക്കാണ്ട് വെക്കുന്നത് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. അതും സ്റ്റീറോയിഡിന്റെ ഇഞ്ചക്ഷൻ റിസ്റ്റിന്റെ സ്റ്റൈലോയിഡ് പ്രോസസ്, റേഡിയസിന്റെ സ്റ്റൈലോയിഡ് പ്രോസസ്സിൽ ഈ എല്ലിന്റെ പ്രോമിനൻസിൽ ഇഞ്ചക്ട് ചെയ്യുകയും അതോടുകൂടെ നീർക്കെട്ട് കുറയുകയാണ് ചെയ്യാൻ നോക്കുന്നത്. അതിന്റെ കൂടെ നമ്മൾ ഇമ്മൊബിലൈസേഷൻ കണ്ടിന്യൂ ചെയ്യുന്നു. മൂന്നാമതായിട്ട് ഇത്രയും ചെയ്തിട്ടും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് സർജിക്കലി ഓപ്പൺ സർജറി ചെയ്ത്, അത് വളരെ ചെറിയൊരു ഇൻസിഷനിലൂടെ തുറന്നിട്ട് ആ ടെൻഡന്റെ ഷീത്തിനെ, ആ കവറിങ്ങിനെ നമ്മൾ തുറന്നു വിടുകയാണ് ചെയ്യുന്നത്. അതോടുകൂടി ആ ഒരു ചെയ്യുമ്പോൾ തന്നെ ഈ തിക്കനിങ് ആയിട്ടുള്ള ആ ഹാർഡായിട്ടുള്ള ആ കവറിങ്ങിനെ നമ്മൾ എടുത്തു കളയുകയും ചെയ്യുന്നതോടുകൂടി ആ ടെൻഡൻ രണ്ടും ഫ്രീ ആകും. സോ ഇതിന് പറയുന്നത് ടെൻഡൻ റിലീസ് എന്നാണ്. സോ അത് ചെയ്യുന്നതോടുകൂടി ആ ഒരു പ്രശ്നത്തിന് ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. അത് കഴിഞ്ഞ് ഒരു 7 ദിവസം ആ സ്റ്റിച്ച് കയ്യിൽ കാണും. അതുവരെ കൈ അധികം അനക്കാൻ പാടില്ല, നനയ്ക്കാണ്ട് വെള്ളം തൊടാണ്ട് വെക്കുക എന്നുള്ളതാണ് അതിന്റെ ട്രീറ്റ്മെന്റിന്റെ ഒരു കംപ്ലീറ്റ് ആയിട്ട് വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഇത് റിക്കറന്റ് ആയിട്ട് വരാനും ചാൻസ് ഉണ്ട്. പക്ഷെ കോമൺ ആയിട്ട് ആൾക്കാരിൽ ഇത് പിന്നെ വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് ടെൻഡൻ റിലീസ് ചെയ്ത് ആ തിക്കൻഡ് ആയിട്ടുള്ള ഫേഷ്യ നമ്മൾ എടുത്തു കളയുന്നത്.